കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ കർത്തൃദിവസം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം ഇന്നേ ദിവസം കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനുമായി എനിക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി ആൻഡ്രൂസ്, ഞാൻ വളരെ ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത കർത്തൃദാസൻ, സേവാനഗർ സഭയിലുള്ള എല്ലാ വിശ്വാസികളും, വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഇവിടെയും ഓൺലൈനിലും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു. വളരെ ക്ലേശം നിറഞ്ഞ നിമിഷങ്ങളിലാണ്, ദിവസങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചിട്ട് ദൈവസഭയെ ദൈവം ഉണർത്തുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കുന്നത്. ഉണർത്തുക എന്ന് പറയുമ്പോൾ ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ തിരിച്ചറിയേണ്ട സമയങ്ങളാണിത്. ഇതുവരെ കേട്ടിട്ടില്ലാത്തതുപോലെ ഒരു യുദ്ധത്തിൽ പോലും സംഭവിക്കാത്തത് സംഭവിച്ചിരിക്കുന്നു. ലോകത്തിൽ മുഴുവൻ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആളുകൾ മാറ്റിവെച്ച്, എന്നാൽ ആഗോള തലത്തിൽ ദൈവസഭകളിൽ അങ്ങനെ ഒരു പുനഃവിചിന്തനം, ഒരു പുനർചിന്ത, കർത്താവേ ഞങ്ങളെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആരാഞ്ഞോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം പ്രസംഗത്തിന് ഒരു കുറവുമില്ലായിരുന്നു. കഴിഞ്ഞ 12 മാസങ്ങളെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ലാത്തതുപോലെ ദൈവവചനം കേട്ടു. ഇതുവഴി കേട്ടു, യൂട്യൂബിലൂടെ കേട്ടു, ഫേസ്ബുക്കിലൂടെ കേട്ടു, ടെലിവിഷനിലൂടെ കേട്ടു, ഇഷ്ടം പോലെ കേട്ടു. നേരത്തെ 2-3 ആരാധനയിൽ മാത്രം ഒരാഴ്ചയിൽ സംബന്ധിക്കുന്നവർ 5-6 ആരാധനയിലൊക്കെ വരെ സംബന്ധിച്ചു. എങ്ങനെ? സൂമിലൂടെ. പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് വളരെ ഹൃദ്യമായി ഇടപെടുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. അതാണ് ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗവും. ആ വാക്യം വായിച്ചിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നോടൊപ്പം ചിന്തിക്കണം. ദൈവസഭയായി നമ്മൾ ഉണർന്നുവോ? മനസ്സിലാക്കേണ്ട കാതലായ കാര്യം നമ്മൾ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളത്. റോമാലേഖനം 12-ന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. 2-ാമത്തെ വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗത്തിന് ഒരു കുറവുമില്ലായിരുന്നു കഴിഞ്ഞ 12 മാസങ്ങളിൽ. പല പ്രസംഗങ്ങളുടെയും ആകെ തുക എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ആദ്യ വാരം, കൊറോണയുടെ ആദ്യ വാരം പ്രസംഗങ്ങൾ ഒരു വർഷം ബാക്ക് അടിച്ച് നോക്കിയാൽ കൊറോണ വൈറസ് ദൈവമക്കൾക്ക് വരത്തില്ല എന്നുള്ളതാണ് ആദ്യം പ്രസംഗിച്ചത് പലരും. അതിനേതാ വാക്യഭാഗം ഉദ്ധരിച്ചതെന്ന് ചോദിച്ചാൽ സങ്കീർത്തനം 91. സങ്കീർത്തനം 91 ആസ്പദമാക്കി നമ്മൾ പ്രത്യേകതയുള്ള ജനമാണ്, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന ജനമാണ്. യഥാർത്ഥമായും കർത്താവിനെ ആരാധിക്കുന്നവർക്ക്, രക്ഷിക്കപ്പെടുന്നവർക്ക് പാട്ടുകൾ പോലും എഴുതിയവരുണ്ട്. കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം തളിക്കുന്ന പോലെ യേശുവിൻ്റെ രക്തം എൻ്റെ ഭവനത്തിന് കാവൽ, അത് മുദ്രയാണ്, എനിക്ക് ഈ കൊറോണ വൈറസ് വരത്തില്ല. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, വിശ്വാസി സമൂഹത്തിൽ അനേകർക്ക് കൊറോണ വൈറസ് വന്നെന്ന് മാത്രമല്ല, അനേകർ മരണം വഴിയായി നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളതല്ലേ സത്യം. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. കാരണം വളരെ സാങ്കല്പികമായ ഒരു ലോകം പ്രഭാഷകർ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ സാങ്കല്പിക ലോകം എന്നറിയാമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ യാതൊരു കഷ്ടവും വരത്തില്ല. രോഗം വന്നാൽ തന്നെ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലുള്ള മറുപടി കിട്ടണം. പാൻഡമിക് ഉണ്ടാകുമ്പോൾ ലോകത്തിലുള്ളവർക്ക് ഇടവും വലവും ഉള്ളവരെല്ലാം വീഴും, പക്ഷെ ഞാൻ വീഴത്തില്ല. കാരണം ഗോഡ് ഈസ് വിത്ത് മീ, ഗോഡ് ഈസ് ഫോർ മീ. ദൈവവചനത്തിൻ്റെ സെലക്റ്റഡ് വായന. ഞാൻ വളരെ ആത്മഭാരത്തോടും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്ന് ഞായറാഴ്ച
വിശ്വാസത്തെ തകർക്കുവാനല്ല ഇത് പറയുന്നത്, വിശ്വാസത്തിൽ പണിയപ്പെടേണ്ടതിനു വേണ്ടി, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരേണ്ടതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. റോമർ 12:1-2 അടുത്ത് വരുമ്പോൾ ഒരു മുഖവരയില്ലാതെ ഈ റോമർ 12:1-2 ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മുഖവര പറയാൻ പോയ മുഖവര പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച എന്തിനെ കുറിച്ചോ അല്ല, തിരുവചനങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കാൻ പോവുകയാണ്, ചിന്തിക്കാൻ വേണ്ടി. ഈ 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഒരു ഉദ്ധരണി പൗലോസ് പറയുന്നു, അവസാനമായിട്ട് പറയുന്നു, തൻ്റെ നിര്യാണം അടുത്തപ്പോൾ ദൈവസഭകൾ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് 2 തിമോത്തി 4:3 ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്, അവർ പഥ്യോപദേശം, ഏതാണ് ഈ അവർ? അന്ത്യകാലത്തിൽ ഒരു കൂട്ടം ആത്മീകർ എഴുന്നേൽക്കും, അവർ പഥ്യോപദേശം പൊറുക്കാതെ, എന്തിനാ പിന്നെ ചെവി കൊടുക്കുന്നതെന്നറിയാമോ? കർണരസകരമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എൻ്റെ വീക്ഷണത്തിൽ നമ്മൾ ആ കാലത്തിലാണ് ജീവിക്കുന്നത്. കെട്ടുകഥ കേൾക്കാൻ വലിയ താല്പര്യമാണ്. കർണരസകരം എന്ന് പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള കാര്യമാണ്, എനിക്കൊന്നും സംഭവിക്കത്തില്ല, അതാ കർണരസകരം. 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം, ഒരു അധ്യായം മുമ്പിൽ വായിച്ചാൽ ചാപ്റ്റർ 3:1 ഓൺവേർഡ്സ് പറയുന്നത് എന്താണെന്നറിയാമോ? അന്ത്യകാലത്തിന്റെ ലക്ഷണമായി ആദ്യം പറഞ്ഞത് തന്നെ സ്വസ്നേഹികളാവും മനുഷ്യർ. സ്വസ്നേഹികൾ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സന്തോഷമായിരിക്കണം. അതിനുവേണ്ടി കുടുംബ പ്രാർത്ഥനയുണ്ട്, അതിനുവേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ വെക്കും. കാരണം സുരക്ഷിതമായി ഞങ്ങൾ ജീവിക്കണം. ഞങ്ങൾ ഈ ലോകത്തിൽ ഇഹലോകത്തിൽ രോഗങ്ങളില്ലാതെ, ഞങ്ങളുടെ തലമുറകൾ പഠിക്കുമ്പോൾ തന്നെ ജോലികൾ ലഭിക്കണം, അവർ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടണം. ഈ ലോകത്തിലെ സ്വസ്നേഹത്താൽ പിടിക്കപ്പെടും. ആ സ്വസ്നേഹത്താൽ പിടിക്കപ്പെടുമ്പോഴാ കർണരസകരമായത് കേൾക്കാൻ വേണ്ടി ആഗ്രഹമുള്ളത്. അങ്ങനെ ഒരു വല്ലാത്ത കാലം. കർണരസകരമായത് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ തിരുവചനത്തിൻ്റെ കോട്ടി മാറ്റിയ വ്യാഖ്യാനങ്ങളാകുന്നു. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ നമ്മൾ സാധാരണ ഉണർവെന്ന് ധരിക്കുന്ന വാക്യങ്ങൾ പലപ്പോഴും കോട്ടി മാറ്റിയ വ്യാഖ്യാനങ്ങളാണ്. ഒന്നാമത് എൻ്റെ മനസ്സിൽ വരുന്നത് 1 കൊരിന്ത്യർ 2:9-10 വാക്യങ്ങളാണ്. ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവർക്കും നമുക്കറിയാവുന്ന വാക്യമാണെന്ന് ഞാൻ ധരിക്കട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരാവറേജ് ബിലീവറിന്റെ മനസ്സിൽ വരുന്നത് എന്താ ഈ വാക്യം വായിക്കുമ്പോൾ? ഈ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത്, വിവാഹ പ്രപ്പോസലിന്റെ വഴിക്ക് നിൽക്കുന്നവരാണെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ഭവന നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഭവനത്തെക്കുറിച്ച് സ്വപ്നം പോലും കാണാത്തതാണ്. ഇനിയും വിദേശ രാജ്യങ്ങളിലെല്ലാം പോകാൻ നിൽക്കുന്നവർ ദുബായ് വരെയാ ചിന്തിച്ചത്, പക്ഷേ അവസാനം കാനഡ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതലേ പെന്തിക്കോസ്ത് സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഈ വാക്യം ഒരു 2 പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ആൾക്കാർ നല്ലതായി പ്രതികരിക്കും. ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഇന്ന് പകൽ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കൈവിടടിക്കും. തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എന്തിനെക്കുറിച്ച് ആ വാക്യം പറയുന്നതെന്ന് അറിയാമോ? 10-ാമത്തെ വാക്യം, നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏത് വെളിപ്പെടുത്തിയിരിക്കുന്നു? ഒരു കണ്ണിന് കാണാത്തത്, ഒരു ചെവിക്ക് കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് എന്ന് പറഞ്ഞാൽ സ്വന്തം ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കാത്ത ക്രൂശിൽ ഒളിപ്പിച്ചിരുന്ന രക്ഷയെ ഒരു കണ്ണിന്, ലൗകിക കണ്ണിന് കാണാൻ കഴിയത്തില്ല. നമുക്കോ ആത്മാവിൽ വെളിപ്പെട്ടിരിക്കുന്നു ആ ക്രൂശിന്റെ മഹത്വം. അതാണ് ആ വാക്യം. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ, എത്ര സ്വസ്നേഹികളായി മാറി ദൈവമക്കൾ. പ്രഭാഷകർ കർണരസകരമായത് പറയുവാൻ വേണ്ടി വാക്യങ്ങൾ കോട്ടി മാറ്റുന്നു. ഇത് നമ്മൾക്ക് വേണ്ടി ദൈവം ഓരോ ദിവസവും പകലും വന്ന് എൻ്റെ ബെഡിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സങ്കല്പമാണുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, ജോ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ടുഡേ?
നീ എനിക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടു, നീ സ്നാനപ്പെട്ടു, ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽ എന്ത് ചെയ്തു തരണം? അപ്പോൾ എനിക്ക് യേശുവിനോട് പറയാനുള്ളത്, ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന എന്നെ സൂക്ഷിക്കണം, എൻ്റെ മക്കളുടെ കാര്യം അറിയാമല്ലോ, അവരുടെ കാര്യം എല്ലാം നടത്തി തരണം. അപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദത്തം കൂടെ കിട്ടും. ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഇതാണ് ഒരു ആവറേജ് ക്രിസ്തീയ ജീവിതം. രണ്ടാമത്തെ ഒരു വാക്യം ഞാൻ കാണിക്കുക. ഇത് പറയുന്ന റോമർ 12:1-2 നിന്ന് ഒരു സന്ദേശം നിങ്ങളോട് പറയാനുണ്ട്. ആ റോമർ 12:1-2 മനസ്സിലാക്കണമെങ്കിൽ ദുർവ്യാഖ്യാനങ്ങൾ നമ്മൾ പിടിക്കപ്പെട്ടുവോ എന്ന് ചിന്തിക്കണം. എഫേസ്യർ ലേഖനം 3:20-21 അടുത്തൊരു വാക്യം. ദൈവമക്കളുടെ ഇടയിൽ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന രണ്ടാമത്തെ ഒരു പോപ്പുലർ വേഴ്സാണിത്. ഏതാണെന്നറിയാമോ? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇതും ഈ പറഞ്ഞതുപോലെ ഒരൽപ്പം ഉച്ചത്തിലും ഒരൽപ്പം സ്പീഡിലും, അതാ പ്രീച്ചർ ടെമ്പോയിലും കൂടെ പറഞ്ഞാൽ, സാധാരണഗതിയിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായെന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിൽ വരുന്നത് ഇഹലോകത്തിലെ സ്വസ്നേഹത്തിൽ വന്ന ഏതോ ലൗകിക കാര്യമാണ് വരുന്നത്. പക്ഷെ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിലും അത്യന്തപരമായി തരുമെന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ ചോദിക്കേണ്ടതെന്ന്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉയരം, ആഴം, നീളം, വീതി ഇത് ആർക്ക് ഗ്രഹിപ്പാൻ കഴിയും? അടുത്ത വാക്യമാ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എന്ന് പറഞ്ഞാൽ, ദൈവസ്നേഹം എനിക്ക് അനുഭവിച്ചറിയണമെന്ന് ചോദിച്ചാൽ നമ്മൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ കഴിയുമെന്ന വാക്യത്തിന്റെ അർത്ഥം. ഇതെനിക്ക് കിട്ടുന്ന വാഹനത്തെക്കുറിച്ചോ ഭവനത്തെക്കുറിച്ചോ സാമ്പത്തിക ലാഭത്തെക്കുറിച്ചോ അല്ല ഈ രണ്ട് വാക്യങ്ങളും. അടുത്തൊരു വാക്യം 1 പത്രോസ് 5:6. ഈ വാക്യങ്ങൾ പറയുന്നത് ആ പേനയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ സൈഡിലോട്ട് എഴുതി വെക്കണം. അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ്, കർത്താവ് ഇത് സ്വസ്നേഹത്തിലാണോ ഞാൻ ഈ പ്രതികരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. ഇതും ഒരു 2 ആവർത്തി ആവേശത്തോടെ ശബ്ദത്തിൽ വേഗത്തിൽ പറഞ്ഞാൽ ഇഹലോകത്തിലെ എന്തോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയും തക്ക സമയത്ത് ഉയർത്തുക എന്നുള്ളത് ഈ ലോകത്തിലെയാണെന്നൊരു ചിന്താഗതി വരും. 1 പത്രോസിൽ തക്ക സമയം എന്നുള്ളത് ഈ ലോകത്തിലെ മാന്യതയെക്കുറിച്ചല്ല. കാരണം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ 1:4 വാക്യത്തിൽ 2:12 1 പത്രോസിൽ സമയമെന്നുള്ളത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. 1:4 2:12 കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാ തക്ക സമയം. അറ്റ് ഹിസ് കമ്മിങ്, ദൈവത്തിന്റെ വരവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആ സമയം, ആ തക്ക സമയം. പക്ഷേ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ദൈവത്തിന്റെ വരവിങ്കൽ നമ്മൾ ഈ ലോകത്തിലെ എല്ലാ പീഡനത്തിന്റെയും കഷ്ടത്തിന്റെയും നിന്നയൊക്കെ വിട്ട് തേജസ്സിൽ അവനോടൊപ്പം കാണുമെന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടത്. എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇന്ന്, ഇപ്പോൾ, ഇന്നെന്തെങ്കിലും കിട്ടുമോ? റോമർ 12:1-2 ശ്രദ്ധിക്കൂ. മലയാളത്തിൽ തുടങ്ങുന്നത് സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. സഹോദരന്മാരെ. ഇംഗ്ലീഷ് ബൈബിളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു വാക്ക് അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാം. അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഏതാ വാക്ക്? Therefore I urge you. മലയാളത്തിൽ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ therefore എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സഹോദരന്മാരെ. ഏതുകൊണ്ടാണെന്നറിയാമോ? റോമാലേഖനം ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ദൈവം നമ്മളെ എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ. എന്താ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. ബൈബിൾ ഉള്ളവർ ഒന്ന് വാക്യങ്ങൾ മറിച്ച് നോക്കിയാൽ ആ 12:1 അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ജാതികളൊന്നും ദൈവഭയമില്ലാതെ ദുഷ്ടതയിൽ അവർ ജീവിച്ചു. ജാതികൾ
2-ാമത്തെ അധ്യായം 1 മുതൽ മോറലിസ്റ്റിനെ കുറിച്ച് പറയുന്നു. അവർ ചിന്തിക്കുന്നത് അവർ നന്നായി ജീവിക്കുന്നവരാ, പക്ഷേ അവരും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ജീവിക്കുന്നു, അനുസരണക്കേടിൽ ജീവിക്കുന്നു. 2-ാമത്തെ അധ്യായം അവസാന ഭാഗങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദന്മാർ അവരും ദൈവത്തിന്റെ തേജസ് മറിച്ച് കളഞ്ഞ് ജീവിക്കുന്നു. 3:23 ഒരു സംക്ഷിപ്തമായ വാക്യം. ആദ്യത്തെ 3 അധ്യായങ്ങളുടെ സംക്ഷിപ്തമായ രൂപരേഖയുള്ളത് 3:23 ആണ്. എന്താ 3:23? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതാക്കി തീർത്തു. All have fallen short of the glory of God. Sinned and fallen short. എന്നിവിടെ കേൾക്കുന്ന എല്ലാവരും നമ്മൾ തിരിച്ചറിയണം, നമ്മൾ എവിടെ നിന്ന് എന്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരായിരുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട തേജസ്സിനെ മറ്റുള്ളതിന് കൊടുത്തു, വിഗ്രഹങ്ങൾക്ക് കൊടുത്തു. ദൈവം ഇല്ലാതെ ജീവിച്ചു. അന്ധതമസിൽ കിടന്ന് തപ്പി തടഞ്ഞവർ, നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടന്നവർ, അന്ധകാരത്തിൽ, എഫേസ്യ ലേഖനം 2:1 വാക്യം മുതലുള്ള ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിലും അകൃത്യത്തിലും മരിച്ചവരായ നമ്മളെ. അതിലാണ് അടുത്ത അധ്യായം മുതൽ 4-ാമത്തെ അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ പറയുന്നത്, ഈ പാപത്തിൽ കിടന്നവരോട് ദൈവം ക്ഷമിച്ചു കൊടുത്തു. He forgave. എന്നെ കേൾക്കുന്ന എല്ലാ all children please listen. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ we were sinners, chapter 3:23. chapter 4 പറയുന്നു God forgave us, നമ്മളോട് ക്ഷമിച്ചു. വലിയ സ്നേഹം. 5-ാമത്തെ അധ്യായത്തിൽ ക്ഷമിക്കുന്നത് മാത്രമല്ല, 5 പറയുന്നത് അവൻ നിരപ്പിച്ചു. He reconciled us. നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു. സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നു. 6-ാമത്തെ അധ്യായത്തിൽ എന്താണെന്നറിയാമോ? 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ് സ്നാനത്തെ സൂചിപ്പിക്കുന്ന വാക്യം. അതല്ലേ നമ്മളെല്ലാവരും കർത്തൃമേശയിൽ നിന്ന് ഭാഗവാക്കാകുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കും, കർത്താവ് ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ല. നമ്മളപ്പോൾ ആ സമയത്ത് ക്രൂശിനെ ധ്യാനിച്ച് പാട്ടുകൾ പാടത്തില്ലേ? നിനക്ക് ഈ വേദന വരുത്തി വെച്ച നീചൻ ഞാനല്ലയോ, കാരണം പാപത്തിന്റെ ആ ചെളിക്കുഴിയിൽ കിടന്ന് എന്നെ ദൈവം ക്ഷമിച്ചു തന്നു, നിരപ്പിച്ചു തന്നു. 6:4 പറയുന്നു, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനപ്പെടാൻ ആരെങ്കിലും ഇതിനകത്ത് ബാക്കിയിരിപ്പുണ്ടെങ്കിൽ എത്ര അത്യാവശ്യമാണ് സ്നാനം എന്നുള്ളത് 6:4 ക്ഷമിച്ചു കിട്ടിയവർ, നിരപ്പിക്കപ്പെടുവാൻ നിൽക്കുന്നവർ, പരസ്യമായി ദൈവത്തെ സാക്ഷീകരിക്കുവാൻ ജലസ്നാനത്തിൽ ഇറങ്ങുന്നു. മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് സ്നാനപ്പെട്ട് കയറുന്നു. 6-ാം അധ്യായം കഴിഞ്ഞിട്ട് 7-ാമത്തെ അധ്യായത്തിൽ എന്താ? 7:24 പറയുന്നത് പൗലോസിന്റെ മുമ്പുള്ള ജീവിതത്തെ കുറിച്ച് പറയുക. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ച പൗലോസ് പറയുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു പോകുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ഒരു ശരീരത്തിൽ നിന്നും, ഏത് ശരീരത്തിൽ നിന്ന്? താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കാത്ത ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? 7:25 പറയുന്നത്, അടുത്ത വാക്യം ഒന്ന് വെക്കാമോ? ഐ താങ്ക് ഗോഡ്. നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു മുഖാന്തരം നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, വിടുവിച്ചു. 8-ാം അധ്യായം മുഴുവൻ പറയുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നു. 8:14 പറയുന്നത്, those who are led by the spirit of God are the children of God. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. 8:31 അടുത്തൊരു ഫേവറേറ്റ് വാക്യമാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? പക്ഷേ ഞാൻ പറയട്ടെ, പിന്നെയും ഒരു ആവറേജ് ബിലീവറിന്റെ ആത്മീയത ഇവിടെ വരെ ഉള്ളൂ. അവിടാണ് 12:1. അതുകൊണ്ട് ഒരു ഭക്തനായ മനുഷ്യൻ ഈ 12-ാമത്തെ അധ്യായത്തെ വിളിച്ചിരിക്കുന്നത് ദിസ് ഇസ് ദ ഗ്രാജുവേഷൻ ചാപ്റ്റർ. ഗ്രാജുവേഷൻ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 3 വർഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, അല്ലെങ്കിൽ 4 വർഷം ക്രിസ്തു ജയന്തി പഠിച്ചു എന്ന് വെക്കുക. അസൈൻമെന്റ് എഴുതി, പരീക്ഷ എഴുതി, എല്ലാം ചെയ്തു. അതാണ് ആദ്യത്തെ 11 അധ്യായം. ക്രിസ്തു ജയന്തിയിലെ സ്റ്റുഡന്റ് ആണ്, ഐഡന്റിറ്റി കാർഡുണ്ട്, എല്ലാം ഉണ്ട്. ഗ്രാജുവേഷൻ ഡേ, SABC ഗ്രാജുവേഷൻ ഡേ എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് എഴുതിയതെല്ലാം ഇതിനു വേണ്ടിയാ, ഈ നിമിഷത്തിന് വേണ്ടിയാണ്.
അവിടെ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനോടെല്ലാം അവിടെ നിൽക്കുന്ന ഒരു കർത്തൃദാസൻ പ്രാർത്ഥിച്ച് അവരോട് പറയും, ലോകത്തിലേക്ക് നിങ്ങൾ പോകുക. ആ കഴിഞ്ഞ 3 വർഷം നിങ്ങൾ പഠിച്ചത് ഈ നിമിഷത്തിന് വേണ്ടിയാണ്. അടുത്തുള്ള നിങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യു ഗോ ഔട്ട്. വിശ്വാസി സമൂഹമേ, സേവാനഗറിലുള്ള എൻ്റെ പ്രിയ ദൈവമക്കളെ, 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ 1-ാമത്തെ പദം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് കൃപ, ഇവിടെ ഇരിക്കുന്നത് ക്ഷമ കിട്ടിയവർ, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. കറക്റ്റ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഇംഗ്ലീഷ് പാട്ടിൽ പാടുന്ന പോലെ, I am forgiven because you were forsaken. I am accepted because you were condemned. I am alive and well because your spirit lives in me. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇതെല്ലാം ഞായറാഴ്ചയും വന്നിരുന്ന് കൈയടിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ വലിയ കാര്യം ദൈവം ചെയ്തത് മറ്റാർക്കും ദയ തോന്നാതിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ തേടി വന്നത്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ അയൽവക്കക്കാർക്ക് സുവിശേഷത്തിന്റെ സത്യം മനസ്സിലാക്കാതിരുന്നപ്പോൾ നമ്മുടെ ഉൾക്കണ്ണിനെ തുറന്ന് സുവിശേഷത്തോട് പ്രതികരിക്കാൻ ഒത്തത് എന്തിനു വേണ്ടിയാ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു ലിവ് എ കംഫർട്ടബിൾ ലൈഫ്, കമ്മിങ് എവറി സൺഡേ, ക്ലാപ്പിംഗ് അവർ ഹാൻഡ്സ്, ഗിവിംഗ് സം മണി ആൻഡ് ഗോയിങ് ബാക്ക് ലൈക്ക് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതിനു വേണ്ടി അല്ല. അത് വലിയ നഷ്ടമാണ് ദൈവത്തിന്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദ ഗ്രാജുവേഷൻ ചാപ്റ്റർ എന്ത് ചെയ്യണം? നോക്കിയ വാക്യം, അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്. എവിടെ കണ്ടു ദൈവത്തിന്റെ മനസ്സലിവ്? ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ മനസ്സലിവാണ്. ദയ തോന്നി എനിക്ക് വേണ്ടി, എനിക്ക് ക്ഷമ തന്നു, നിരപ്പ് തന്നു, ആത്മാവിനെ തന്നു, എന്നെ കുടുംബത്തിൽ ദത്തെടുത്തു. ദൈവത്തിന്റെ കുടുംബത്തിൽ ദത്തെടുത്ത് ആത്മാവെന്ന ആദ്യ ഫലം തന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ. ഇതെല്ലാം മനസ്സലിവ് ഓർപ്പിച്ച് എന്തോ ചെയ്യണം? പാട്ടുകാർ പാട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നറിയാം? ഈയിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കണ്ടംപററി സോങ് കേട്ടു. അതിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, എന്തു ഞാൻ പകരം നൽകും. അതിനകത്ത് പറയുന്നത് ഇതാ, എന്നെ നീ മാനിച്ചതിനാൽ, എന്നെ നീ സ്വീകരിച്ചതിനാൽ എന്തു ഞാൻ പകരം നൽകും. നമ്മുടെ ആരാധന ചിലപ്പോൾ അത്രയുമേ വരത്തുള്ളൂ. എനിക്കിവിടെ ഇരിക്കാൻ യോഗ്യതയില്ല, എൻ്റെ കുടുംബം, എൻ്റെ വിദ്യാഭ്യാസം, കർത്താവേ ഞാൻ പാപിയായിരുന്നു, അവിടുന്ന് എന്നെ രക്ഷിച്ചു, എനിക്ക് യോഗ്യതയില്ല, എന്ത് ഞാൻ പകരം നൽകും? എന്ത് പകരം നൽകണമെന്നാണ് 1:12 വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താ പകരം നൽകേണ്ടതെന്ന്. നമ്മൾ പാടിയാലല്ല. കർത്താവേ ഞാൻ എന്ത് പകരം നൽകും? വാട്ട് ക്യാൻ ഐ ഗിവ് യു ബാക്ക്? യു ഹാവ് ഡൺ സോ മച്ച് ഫോർ മീ. പാടിയാലല്ല. നോക്കിയ വാക്യം, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ആ പദത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഫൂളിഷ് വർഷിപ്പ് ഉണ്ട്, വർഷിപ്പ്, റീസണബിൾ വർഷിപ്പ്, ഇന്റലിജന്റ് വർഷിപ്പ് ഉണ്ട്. ബുദ്ധിയിൽ ഉള്ള ആരാധനയല്ല, ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ചിലരുടെ ആരാധന ബുദ്ധിയുള്ളതല്ല, അത് ചുമ്മാതാണ്. ലൗകികത സകലവും മനസ്സിലിരിക്കുന്നു, പക്ഷേ പാട്ട് മാത്രമേ ഉള്ളൂ. എന്തു ഞാൻ പകരം നൽകും, പകരം എന്തു നൽകും ഞാനിനി. അതെല്ലാം വാക്കുകളാണ്, ഞായറാഴ്ചയുള്ള വാക്കുകൾ മാത്രമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയുള്ള ആരാധനയായി. എന്തു ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും എന്തു ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. അയ്യോ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മനസ്സലിവ് ഓർക്കുമ്പോ എന്തു ചെയ്യണം? വലിയ സ്നേഹം ഓർക്കുമ്പോ എന്തു ചെയ്യണം? യാഗം കഴിക്കണമെന്ന്. ഈ ശരീരത്തെ യാഗം കഴിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇതെങ്ങനെയാ വ്യാഖ്യാനിക്കപ്പെടുന്നതെന്നറിയാം? നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ ശരീരം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യരുത്. അതാണ് യാഗമാക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്.
6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, റോമർ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന നോക്കണം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമാക്കി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അങ്ങനെ ഒരു ധ്വനി അവിടെ ഉണ്ട്. ദൈവം എനിക്ക് ക്ഷമിച്ചു തന്നതുകൊണ്ട്, ദൈവം നിത്യജീവന്റെ ഓഹരിക്കാരനാക്കി എന്നെ മാറ്റിയത് കൊണ്ട് ശരീരം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധമാക്കി സമർപ്പിക്കരുത്. 6:19 പിന്നെയും നിങ്ങളുടെ അവയവങ്ങൾ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അപ്പൊ റോമർ 12-ാമത്തെ വാക്യത്തിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർക്കുമ്പോൾ ശരീരങ്ങളെ യാഗമാക്കണമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യരുത്. എന്തൊക്കെയാ ചെയ്യരുതാത്തത്? അതിന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നമുക്കൊരു ലിസ്റ്റ് തന്നെയുണ്ട്. സ്മോക്കിംഗ് നോട്ട് അക്സെപ്റ്റബിൾ, കാരണം ശരീരം യാഗമാക്കണം. പുകവലി പാടില്ല, മദ്യപാനം പാടില്ല, വെറുക്കൂത്ത് ദുർനടപ്പ് പാടില്ല. എൻ്റെ കൊച്ചിലെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, മൂവിയും പാടില്ല. കാരണം ഈ കണ്ണാരുടെയാ? കണ്ണ്, ഈ അവയവം ദൈവത്തിന് വേണ്ടി ഞാൻ യാഗമാക്കണം. അപ്പോ ഐ ആം നോട്ട് സപ്പോസ് ടു വാച്ച് മൂവി. അതേഴ്സ് വാച്ച് മൂവി, ദേ എൻജോയ് ദ ഡെത്ത്. അവരതിൽ രസിക്കുന്നു, അതിനകത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ നീ ഒരു പെന്തക്കോസ് വിശ്വാസിയാണ്, പെന്തക്കോസുകാരനാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാണെങ്കിൽ നിന്റെ അവയവങ്ങൾ, നിങ്ങളുടെ കൈകൾ, നിന്റെ കാലുകൾ, കണ്ണുകൾ, അധരങ്ങൾ, ഡോണ്ട് yield to any wickedness. അത് മാത്രമല്ല ഇതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 6-ാം അധ്യായം 13-ഉം 19-ഉം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കരങ്ങൾ, ഇതെല്ലാം ദൈവത്തിനുള്ളതാ യാഗം. പക്ഷെ അതിനെക്കാട്ടിൽ വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. എന്താണെന്നറിയാമോ ഇവിടുത്തെ അർത്ഥം? യാഗമായി സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ റോമാലേഖനം 3:25 വായിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്തായി പറഞ്ഞിരിക്കുന്നതെന്ന്. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ എന്താണെന്നറിയാമോ പറയുന്നേ? 12:1 കാണുന്ന അതേ വാക്കുകൾ ഈ 3:25 കാണാം. എല്ലാവരും ഒന്ന് നോക്കിയേ. 3:25, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് പരിഭാഷയോടെ ഞാൻ വായിക്കാം. ഗോഡ് പ്രസന്റഡ് ക്രൈസ്റ്റ്. എന്താ 12:1 പറയുന്നത്? പ്രസന്റ് യോർ ബോഡീസ്. എന്താ 3:25 പറയുന്നത്? ഗോഡ് പ്രസന്റഡ് ക്രൈസ്റ്റ്. ദൈവം, പിതാവാൻ ദൈവം യേശുവിനെ പ്രസന്റ് ചെയ്തെന്ന്. എന്തായിട്ടാ പ്രസന്റ് ചെയ്തതെന്ന് അറിയാമോ? ഗോഡ് പ്രസന്റഡ് ക്രൈസ്റ്റ് ആസ് എ, എന്താ ഇംഗ്ലീഷ് വേർഷൻ വായിക്കുന്നവരൊന്ന് വായിച്ചേ ബാക്കി. 3:25, ഗോഡ് പ്രസന്റഡ് ക്രൈസ്റ്റ് ആസ് എ സാക്രിഫൈസ്. പിതാവാൻ ദൈവം യേശുവിനെ ഒരു യാഗമായി നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി 12:1 വായിക്കുമ്പോൾ ഇതേ പദമല്ലേ അവിടെ പറയുന്നത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 4 കൂട്ടം കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന് മാത്രമല്ല. അതാ ക്രിസ്തീയ ജീവിതമെങ്കിൽ ഇതുപോലെ നമ്മളെപ്പോലെ സൽസ്വഭാവികളായ അനേക മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരും മദ്യപിക്കാത്തവരുണ്ട്. ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാത്തവും പുകവലിക്കാത്തവരുണ്ട്. സാമാന്യം നല്ല രീതിയിൽ സൽസ്വഭാവികളായി ജീവിക്കുന്നവരുണ്ട്. 12:1 അർത്ഥം എന്താണെന്നറിയാമോ? എല്ലാവരും കേൾക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ വാക്യഭാഗം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കർത്താവേ, ഇതാണോ പകരമായി പ്രതീക്ഷിക്കുന്നത്? എന്താണെന്നറിയാമോ? ക്രൂശിലൊരു മാതൃക കാണുന്നില്ലേ? സ്വന്തം ശരീരം ഏൽപ്പിച്ച് തന്ന് വലിയൊരു മുൾക്കിരീടം വെച്ച് പുറമെല്ലാം ഉഴവ് ചാലുകൾ പോലെയായി അവിടെ നിന്നോണ്ട്
ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതെന്തായിരുന്നെന്നറിയാമോ? അതൊരു യാഗമാണ്. എന്തിനു വേണ്ടി ആ യാഗം? സോ ദാറ്റ് വി കുഡ് ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമുക്കടുത്തേക്ക് വരുവാൻ, നമ്മളെ അംഗീകരിക്കുവാൻ, നമുക്ക് പകരമായി നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ചുമന്ന് ഒരാട് പോലെ ഒരു യാഗമായി. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ, ഇതാ സാക്ഷാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വഴിയിലൂടെ പോയവരെല്ലാം പറഞ്ഞു, നീയാണ് രക്ഷകനെങ്കിൽ ഇറങ്ങി വാ, നീ എല്ലാവരെയും സൗഖ്യമാക്കി ഇറങ്ങി വന്ന് നിന്റെ ശക്തി കാണിക്ക്. സഹനത്തിലൂടെ, സാക്രിഫൈസിലൂടെ, സെൽഫ്ലെസ് ലവിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വലിയ മാതൃക. 12:1 എന്താണെന്നറിയാം? ഈ ക്രൂശ് കണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് ഇനി എനിക്ക് വേണ്ടി ജീവിക്കാൻ ഒക്കത്തില്ല എന്നാ വാക്യത്തിന്റെ അർത്ഥം. യേശുവിൻ്റെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കപ്പെട്ടതുപോലെ എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കപ്പെടണം. രണ്ടുപേരുടെ ഹല്ലേലൂയായും രണ്ടുപേരുടെ സ്തോത്രവും കേട്ടു. മറ്റുള്ള എല്ലാവരും ഇരിക്കുക, ഇത് എന്താ ഇത്? കൊറോണ കാലമാണ്. റോമർ 12:1 നിന്നും എൻ്റെ ശരീരം ദൈവത്തിന് വേണ്ടി എന്താ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ, ബോഡി എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ബോഡി. എൻ്റെ ടൈം, എൻ്റെ ടാലന്റ്, എൻ്റെ ട്രഷർ, എൻ്റെ സമ്പത്ത്, എൻ്റെ സമയം, എനിക്കുള്ളതെല്ലാം ഞാൻ യേശുവിന് വേണ്ടി പകരം കൊടുക്കണം. അതാ ബുദ്ധിയുള്ള ആരാധനയെന്ന്. ബുദ്ധിയുള്ള ആരാധന അതാ. ആരാധനയെ കുറിച്ച് 3 വൈകല്യമായ കാഴ്ചപ്പാടെങ്കിലും ഉണ്ട് പൊതുവെ. ഒന്നാമത്തെ കാഴ്ചപ്പാട് ആരാധനയെ കുറിച്ച് എന്താണെന്നറിയാമോ? ആരാധന എന്നുള്ളത് എനിക്ക് വേണ്ടിയായെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വർഷിപ്പ്, ഈ പാട്ട് കഴിയുമ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പോരായിരുന്നു, കീബോർഡും എന്തോ ശരിയായില്ല, പോരായിരുന്നു. ആരാധന ആർക്ക് വേണ്ടിയാ? അപ്പോൾ എനിക്കൊന്ന് സന്തോഷിക്കാൻ ഒത്തില്ല, അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ വിയർത്തില്ല. അപ്പൊ ആരാധന ആർക്ക് വേണ്ടിയാ? ചിന്തിച്ച് വെച്ചിരിക്കുന്ന പലരും ഇറ്റ്സ് ഫോർ മീ. നല്ല മ്യൂസിക് പോകുന്ന സമയത്ത് ഞാനൊന്ന് കൈയടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അതല്ല ആരാധനയുടെ കാഴ്ചപ്പാട്. ആരാധന എനിക്ക്, ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു ഫീൽ ഗുഡ്. ഓഡിയൻസ് ഓഫ് വർഷിപ്പ് ഈസ് ഗോഡ്. ദൈവമാണ്. ദൈവമാണ് ഓരോ ദിവസവും. ഞായറാഴ്ച മാത്രമല്ല, ആ സങ്കല്പമേ തെറ്റാ. ഞായറാഴ്ച 2 മണിക്കൂർ നമ്മൾ ഈ ഹോളിനകത്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല. തിങ്കളാഴ്ച മുതൽ ജോലി സ്ഥലത്ത് പഠിക്കുന്നെങ്കിൽ അവിടെ എവിടെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു അവിടെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ യാഗമായി മാറുന്നത് എൻ്റെ ഇൻഫ്ലുവൻസ് നിമിത്തം, എൻ്റെ സമ്പത്ത് നിമിത്തം ദൈവരാജ്യം വ്യാപിക്കട്ടെ. ഐ ആം ഗോയിങ് ടു ഗിവ് ജനറസ്ലി. ഐ ആം ഗോയിങ് ടു വാക്ക് ആൻഡ് ഷെയർ ഗോസ്പൽ ടു അനദർ പേഴ്സൺ. അതാ ആരാധനയായി. സ്വർഗം കുനിഞ്ഞു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ഈ ആവേശം, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ഈ കൊടുപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ഈ ആത്മഭാരം. അതാ ബുദ്ധിയുള്ള ആരാധന. നമ്മൾ ഉണരണം ദൈവമക്കളെ. നമുക്ക് കൊറോണ വൈറസ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചാൽ പോരാ. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാനിത് പറയുമ്പോൾ പ്രായമുള്ളവരെ കുറിച്ച് മാത്രമല്ല, എൻ്റെ ക്ലാസ്മേറ്റ്, ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ കൂടെ പഠിച്ചതിൽ ഏറ്റവും 8, 9, 10 കോഴഞ്ചേരി സെൻറ് തോമസ് സ്കൂളിൽ പഠിച്ച ഏറ്റവും സുമുഖനായ, ഏറ്റവും നല്ല ആരോഗ്യവും നല്ല വോളിബോൾ പ്ലെയർ ഈ കൊറോണ നിമിത്തം മരണപ്പെട്ടു. ഒരു സൈനുമില്ല, ഒന്നുമില്ല. 2 ദിവസം മുമ്പ് വരെ വോളിബോൾ കളിച്ച പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടായി. പുഷ്പഗിരിയിലോട്ട് കൊണ്ടുപോയി. പുഷ്പഗിരിക്കാർ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. പോകുന്ന വഴി ആൾ മരിച്ചു. അനിൽകുമാർ. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ സ്തോത്രം ചെയ്യേണ്ടത്, കർത്താവേ എനിക്ക് ജീവനുണ്ടല്ലോ, എനിക്ക് ജീവനുണ്ടല്ലോ, ഞാൻ മരണപ്പെട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഇതൊരു ബോണസ് പോലെ കിട്ടിയിരിക്കുക. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം.
ഈ ആഴ്ചയിൽ ചെയ്യണം, ഇന്ന് മുതൽ ചെയ്യണം. അതാ ബുദ്ധിയുള്ള ആരാധന. അല്ലാതെ ഞായറാഴ്ച ആയല്ലോ പോക്കളയാം, ഞായറാഴ്ച പോയി കഴിഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി അതിൽ സ്തുതിക്കണം, അതിൽ ആരാധിക്കണം. നോ ഡൗട്ട് കണ്ണുനീരോടെ അല്ലെങ്കിൽ നൃത്തത്തോടെ സ്തോത്രം പറയണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വർഷിപ്പ് ഇൻ ഇറ്റ് സെൽഫ്. അത് മാത്രമല്ല ആരാധന. ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറയുന്ന പോലെ, ഇഫ് യു ആർ നോട്ട് വർഷിപ്പിംഗ് ഗോഡ് 7 days a week, you are not worshiping God 2 hours on a day. 7 ദിവസവും ആരാധിക്കാത്ത ഒരു വ്യക്തി 2 മണിക്കൂർ കാട്ടിക്കൂട്ടുന്നതല്ല ആരാധന. തിങ്കളാഴ്ച മുതൽ എൻ്റെ ഇഷ്ടം നടക്കരുതേ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നം നടക്കരുതേ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമേ. എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് വേണ്ടി മാത്രം കൂട്ടിവെക്കണ്ട, ദൈവരാജ്യം വളരട്ടെ. അതാ ആരാധന, അതാ ബുദ്ധിയുള്ള ആരാധന. ഒന്നാമത്തെ ആരാധനയെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പമാണ് ഇപ്പോൾ പറഞ്ഞത്. ഞായറാഴ്ച കാട്ടിക്കൂട്ടുന്ന എനിക്ക് തൃപ്തി തോന്നുന്ന വേറെ ആരാധനയെക്കുറിച്ചുള്ള തെറ്റായ ഒരു സങ്കല്പമുണ്ട്. എന്താണെന്നറിയോ? ആരാധിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടാനാണ് പലരും ചിന്തിക്കുന്നത്. കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ പറയുമ്പം വർഷിപ്പ് ലീഡേഴ്സായിട്ടുള്ളവർ പറഞ്ഞു വിടുമ്പോൾ പറയും ആരാധിച്ച്, അടുത്ത ഫ്രേസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കണം. കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് ഷോക്കിംഗ് ആണല്ലോ. ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ചിന്തിക്കുന്നവർ പറയുന്നത്, എത്രയും ആരാധിക്കുന്നോ അത്രയും ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുക. അതിനുവേണ്ടി ആരും സ്തോത്രം പറയരുത്, അത് തെറ്റായ കാര്യമാണ്. പലയിടത്തും പറയുന്നത് അങ്ങനെ ആൾക്കാരെ കൊണ്ട് സ്തുതിപ്പിക്കുന്നത്. എന്താണെന്നറിയാം? കൈകെട്ടി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി കൈ കെട്ടും. നീ കൈ അടിച്ചാൽ എന്തോ ചെയ്യും? ദൈവം കൈ തുറന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ഈ കൈയിട്ട് അടിക്കുന്നത് എന്തിനു വേണ്ടിയാ? അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും വിടുതൽ വേണം. അപ്പൊ ആരാധന എന്തിനു വേണ്ടിയാ? എനിക്ക് കിട്ടാൻ. അങ്ങനെ ഒരു പ്രഭാഷകൻ പറഞ്ഞതാ, കേരളത്തിൽ 30 വർഷം മുമ്പ് ആരാധിച്ചവരൊന്നും ഇന്ന് കേരളത്തിലില്ല. എന്താണെന്നറിയാമോ പറഞ്ഞത്? കേരളത്തിൽ ആരാധിച്ചവരെല്ലാം എവിടെ പോയി? ഓസ്ട്രേലിയ, കാനഡ. അപ്പോൾ ആരാധിച്ചത് എന്തിനു വേണ്ടിയാ? ആരാധിച്ചത് എനിക്ക് കിട്ടാൻ. ഇതെത്ര, എന്താ വാക്കെനിക്ക് വരുന്നില്ല, ഇതെത്ര നിലവാരം കുറഞ്ഞ ആശയമാണെന്നറിയാം. ഈ പുസ്തകത്തിൻ്റെ ആശയം അല്ലത്. ആരാധിക്കുന്നത് എനിക്ക് കിട്ടാനല്ല. പാട്ടുകൾ പാടുമ്പോഴോ തിങ്കളാഴ്ച മുതലോ ഈവൻ കൊടുക്കുന്നത് പോലും ചില പറയുന്ന പോലെ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, വരുന്നുണ്ട്, ഒരു ഡീലാണ്. കൊടുക്കുന്നത് തന്നെ കിട്ടാൻ വേണ്ടി. ഇതല്ല ആരാധന. ആരാധനയുടെ സങ്കല്പം ക്രൂശാണ്. ക്രൂശിൽ വേറൊരാൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എനിക്കുള്ളതെല്ലാം, ഇത് ചിലരുടെ മേൽ മാത്രമുള്ള വിളിയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പാസ്റ്റേഴ്സിൻ്റെ 12-1 എന്നുള്ളത് പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ളതല്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ ബിലീവേഴ്സ്. അങ്ങനല്ലേ? സഹോദരന്മാരെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവത്തിൽ നിന്നും ഒരുപാട് ലഭിച്ചു. ശരി, എന്താ പകരം കൊടുക്കേണ്ടത്? എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊടുക്കണം. വാക്കിലല്ല, പ്രവൃത്തിയിൽ, സമ്പത്തിൽ. ഒരു ദൈവഭക്തനായ മനുഷ്യൻ കുമ്പനാട് നടന്ന ഒരു ഉണർവിനെ കുറിച്ച് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വരും. കുമ്പനാട് ഭയങ്കര കയ്യടിയായി ഉണർവായി പിടിച്ചു നിർത്താൻ ഒക്കുന്നില്ല. 9 മണിക്ക് തീരേണ്ട യോഗം 1 മണി വരെ പോയി രാത്രി. അപ്പം അസിസ്റ്റന്റ് പാസ്റ്റേഴ്സേ ഉള്ളൂ. വലിയ അപ്പച്ചൻ വീട്ടിലേക്ക് കയറിപ്പോയി. അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് എന്ന് അപ്പച്ചനോട് ചോദിക്കുന്നത്, അപ്പച്ച ആശീർവാദം പറയാൻ പോയി, അതുപോലുള്ള ദൈവസാന്നിധ്യ ഭയങ്കര, ആരും നിർത്തുന്നില്ല, ഭയങ്കര ഒച്ചപ്പാടാ. അപ്പച്ചൻ പറഞ്ഞു, മക്കളെ സ്തോത്രാഴ്ച എടുത്തായിരുന്നോ ഇന്ന്? അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് പറഞ്ഞു എടുത്തായിരുന്നു. എത്ര ഉണ്ട്? ഒരു സംഖ്യ പറഞ്ഞു. ഇന്നലത്തെക്കാട്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങിക്കോ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരുമെന്ന് പറഞ്ഞു. ആ ആരാധന കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരും.
ആരാധന എന്ന് പറഞ്ഞാൽ ആദ്യം അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് എവിടാന്നറിയോ? വാളറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും സ്തോത്രം ഹല്ലേലൂയ. ഒരാൾ കൈപൊക്കി. അവിടാണ് ആദ്യം 12-1 വെളിപ്പെടേണ്ടത്. എൻ്റെ ശരീരത്തെ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നത് ഓരോ മാസവും ഫോണിൽ വരത്തില്ലേ? ക്രെഡിറ്റഡ്, ക്രെഡിറ്റഡ്, ക്രെഡിറ്റഡ്. എന്തൊരു സന്തോഷം ആ ക്രെഡിറ്റഡ് വരുമ്പോൾ. സാലറി ക്രെഡിറ്റഡ്, സാലറി ക്രെഡിറ്റഡ്. ആ സമയത്ത് ഓർക്കേണ്ടതാണ് 12-1. സഹോദരന്മാരെ, മനസ്സലിവ് ഓർക്കുമ്പോൾ എന്താ കൊടുക്കുന്നത്? 10-1 കൊടുക്കുന്നത്. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് അധ്വാനിച്ച് കിട്ടിയതല്ലേ. ചിലർ പറയുന്ന പോലെ ഹാർഡ് ഏൺഡ് മണിയാത്. ഇതെൻ്റെ ആരുടെ? യഥാർത്ഥമായി യാഗമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാം? ആ നിശ്ചിത എമൗണ്ട് മാസത്തിലെ വെച്ചിട്ട് അങ്ങോട്ട് ചോദിക്കുക, ഇതിൽ എത്ര എനിക്ക് ഉപയോഗിക്കാം? ഇതിൽ എത്ര എനിക്ക് ഉപയോഗിക്കാം? 1 lakh is credited to my bank account. എനിക്ക് വേണ്ടി എല്ലാം തന്നു കർത്താവ്, ഞാൻ എല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് എഴുതിയിരിക്കുക. കർത്താവേ, ഈ 1 lakhൽ നിന്നും എത്ര എനിക്ക് ഉപയോഗിക്കാം? കാരണം ഇതെല്ലാം അങ്ങേക്കുള്ളതാ. ഇങ്ങനൊരു ആത്മീയതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ആത്മീയതയിൽ നമുക്ക് ഉണർവാകാൻ തോന്നുമോ? തോന്നത്തില്ലയോ? ചിന്തിക്കൂ. ഒരു നല്ല ശതമാനവും ദൈവമക്കളെ നടക്കുന്നത് നമ്മളെ ജഡമനുഷ്യനെ കൊഴുപ്പിക്കുന്ന, കുറച്ചുകൂടെ ഭൗതിക ചിന്താഗതി കൂട്ടുന്ന, കുറച്ചുകൂടെ ധനമോഹം കൂട്ടുന്ന ദൂതുകളും ആലോചനകളുമാണ് ഈ കേൾക്കുന്നതിൽ കൂടുതലും. നോക്കിക്കേ, എഫേസ്യ ലേഖനം 5:2 യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാ 12-1 അസൽ അർത്ഥം. യു ഇമിറ്റേറ്റ് ജീസസ്. എഫേസ്യ ലേഖനം 5:2 ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. ദൈവം എന്തോ ചെയ്തു? യേശു എന്തോ ചെയ്തു? നമുക്ക് വേണ്ടി അർപ്പിച്ചു ആസ് എ സാക്രിഫൈസ്. അതുപോലെ ഇപ്പൊ ആര് ചെയ്യണം? ഞാൻ ചെയ്യണം. അല്ലാതെ എനിക്ക് പോകാനൊക്കത്തില്ല. ക്രൂശിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അത് ഒരു പരിഭാഷ പറയുന്ന അത് റീസണബിൾ ആണോ? നിങ്ങൾ പറ. ഒരാളൊരു ഗിഫ്റ്റ് കയ്യിൽ തന്നാൽ നമ്മൾ ആ ഗിഫ്റ്റ് വെച്ചോണ്ട് എന്തോ ചെയ്യും? തിരിച്ചു നിന്ന് താങ്ക് യു. എന്തെങ്കിലും ആവശ്യമുണ്ടേ നമ്മൾ പിന്നെ വി ആർ ലുക്കിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി ഹൗ ടു ഗിവ് ഇറ്റ് ബാക്ക്, അല്ലേ? ഒരാൾ വലിയൊരു സമ്മാനം ഇങ്ങോട്ട് തന്നാൽ എനിക്ക് എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കാം, എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കാം? അതാ ഇവിടെ പറയുന്നത്. അതാ ബുദ്ധിയുള്ള ആരാധന. മറ്റേത് ബുദ്ധി ഇല്ലാത്ത ആരാധനയാ. ഇറ്റ്സ് നോട്ട് ഇന്റലിജന്റ്, ഇറ്റ് ഈസ് നോട്ട് റീസണബിൾ വർഷിപ്പ്. അത് ഭോഷത്തരമായ ആരാധനയാ. നമ്മൾ കരങ്ങൾ മാത്രം ഉയർത്തുന്നു, പക്ഷേ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു, എൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു. അത് ബുദ്ധിയുള്ള ആരാധന അല്ല എന്നാ തിരുവചനം പറയുന്നത്. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ. ഇവിടെ വേറൊരു വാക്യം കൂടെ കാണിക്കാതിരിക്കാൻ തരവില്ല. ഈ ദുർവ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രധാന വാക്യം ഇതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതേതാന്ന് ചോദിച്ചാൽ 2 കൊരിന്ത്യർ 8:9. 2 കൊരിന്ത്യർ 8:9 എന്താ ആ വാക്യം പറയുന്നേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ആ വാക്യം വായിച്ചാൽ എന്താ മനസ്സിലാകുന്നത്? ഒരു ആവറേജ് വിശ്വാസിക്ക്, ആവറേജ് വിശ്വാസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാൻ ചോദിച്ചാൽ, കുടുംബ പ്രാർത്ഥനയ്ക്കൊന്ന് ഇരുന്ന് കൊടുക്കും, ഞായറാഴ്ച എങ്ങനെങ്കിലും ഒന്ന് വരും, കൂടുതലായ സെൽഫ് സ്റ്റഡിയോ ബൈബിൾ പഠനമോ ഒന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോവുക, പൊത്തരുത്തമായി പോവുക. ഈ വാക്യം വായിക്കുമ്പോൾ ഓർക്കുന്നത്, 2 കൊരിന്ത്യർ 8:9 വായിക്കുമ്പോൾ സാധാരണഗതിയിൽ ഓർക്കുന്നത് കർത്താവ് ദരിദ്രനായി എന്നെ പണക്കാരനാക്കാൻ. അതാ മനസ്സിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ 12:1 പറയുന്ന ഒരു കാര്യവും തലയിലോട്ട് കയറത്തില്ല. കാരണം ഈ 2 കൊരിന്ത്യർ 8:9 ഇരിക്കുക. യേശു ദരിദ്രനായി എന്നെ സമ്പന്നനാക്കാൻ, ക്രൂശ് എടുത്തു ഞാൻ ധന്യനാകാൻ.
അപ്പോൾ പറയുന്നു, പാസ്റ്റർ ഇന്ന് പറയുക, ആ ക്രൂശ് എടുത്ത പോലെ ഞാനൂടെ ക്രൂശ് എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി. ഇതെന്തായി പറയുന്നത്? ഈ 2 കൊരിന്ത്യർ 8 പശ്ചാത്തലം എന്താണെന്നറിയാം? കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക. 2 കൊരിന്ത്യർ 8 വീട്ടിൽ പോയി സമയക്കുറവുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ലേ. 8, 9 അധ്യായങ്ങളിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കൊരിന്ത് ആൾക്കാർ നമ്മളിൽ ചിലരെ പോലെ ആയിരുന്നു. കൊരിന്ത് ആൾക്കാർ എന്തോ പറഞ്ഞതെന്നറിയാം? പൗലോസ് ഒരു കളക്ഷന് വേണ്ടി അവിടെ ചെന്നു. പൗലോസ് പറഞ്ഞു, നിങ്ങളൊക്കെ പൈസ തരണം, അവിടെ ദരിദ്രരായ വിശ്വാസികളുണ്ട്, നിങ്ങൾ പൈസ തരണം. കൊരിന്തിലെ ആൾക്കാർ ചിലർ എന്നെ പോലെ ആയിരുന്നു. ചിലപ്പോൾ എൻ്റെ വൈഫ് പിന്നെ കറക്റ്റ് ചെയ്യും, ചുമ്മാ അച്ഛൻ ചാടിക്കയറി ഓരോന്ന് പറഞ്ഞ് ഇതെല്ലാം ചെയ്യാനൊക്കും. അതുപോലെ കൊരിന്ത് ആൾക്കാരിൽ ഒരാൾ പറഞ്ഞു 50,000 എഴുതിയര്, വേറൊരാൾ പറഞ്ഞു 1,00,000 എഴുതിയര്. ഈ പൗലോസ് മറ്റുള്ള സഭകളിലെല്ലാം ചെന്ന് പറഞ്ഞു, കൊരിന്ത് ആൾക്കാരെ കണ്ട് പഠിക്കണം കേട്ടോ. ഞാൻ അവിടെ ചെന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു 3,00,000 രൂപ 3 മിനിറ്റ് കൊണ്ട് പിരിഞ്ഞു കിട്ടി. എന്തോ സംഭവിച്ചെന്നറിയാമോ? 6 മാസം കഴിഞ്ഞ് കളക്ഷൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ 50,000 എഴുതിയ ആൾ പറയാ, അതെ അന്ന് ഞാൻ കൈപൊക്കി, പക്ഷേ കൊറോണ ആയി. 1,00,000 എഴുതിയ ആൾ പറയാം, അയ്യോ ശരിക്കും ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, പക്ഷേ അപ്പോൾ അവൾക്ക് ആശുപത്രി കേസ് വന്ന്, തരാം കേട്ടോ തരാം. പൗലോസ് പറയുക, നിങ്ങൾ എന്നെ ലജ്ജിപ്പിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ. ഞാൻ സഭകളിലെല്ലാം ചെന്ന് പറഞ്ഞു, കൊരിന്ത് ആൾക്കാർ ഭയങ്കര ജനറസ് ആൾക്കാരാ. ഇനി ആ വാക്യം ഒന്ന് വായിച്ചേ. ഏതാ? 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. എന്താ ഇവിടെ പറയുന്നതെന്നറിയാം? യേശു ദരിദ്രനായില്ലേ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ? അതുപോലെ ഇപ്പൊ ആരാകണം? നിങ്ങൾ ദരിദ്രരാകണം. ആർക്കു വേണ്ടി? മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടി. ആരോ മൂളിയ പോലെ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം കേട്ടില്ല, മൂളിയ പോലെ കേട്ടു. പ്രിയ മക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതാ ഈ വാക്കിന്റെ അർത്ഥം. യേശു ക്രിസ്തു ദരിദ്രനായി നിങ്ങളെ സമ്പന്നരാക്കാൻ 50,000 എഴുതിയവരെ, നിങ്ങൾക്ക് അതേ ഉള്ളോ? കൊടുക്ക്, യേശുവിനെ പോലെ ആകെ കൊടുക്ക്, മറ്റുള്ളവർ കഴിക്കട്ടെ. അതാ ഈ വാക്കിന്റെ അർത്ഥം. അതെങ്ങനെയാ അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയുന്നേ? 6:9 കൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത്. 2 കൊരിന്ത്യർ 6:9 കൊണ്ടാ. എന്താ 6:9? ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. 10ാമത്തെ വാക്യം, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അടുത്തതാ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ. അതാരെ പോലെ? ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. പോൾ ഈസ് ആക്ടിങ് ലൈക്ക് ഹൂ? ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. ഇതാ ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ശബ്ദ കോലാഹലങ്ങളല്ല. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എനിക്ക് തൃപ്തി തോന്നുന്നതല്ല. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ആരാധിക്കൂ, ഇപ്പൊ ഇത് കിട്ടുമെന്നുള്ളതല്ല. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ യാഗവസ്തുവായി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, എനിക്കുള്ളതിനെ എല്ലാം കൊടുത്ത്. അയ്യോ, അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒന്ന് വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞു തരേണ്ടത് ആരാന്നറിയാം? നമ്മളോട് എല്ലാവരും പറഞ്ഞു തരേണ്ടത്. ജോയെ, ഭയങ്കര പണക്കൊതിയാണ് നിനക്ക്, എത്ര കിട്ടിയാലും കൂട്ടി വെക്കുക. എന്നിട്ട് ഞായറാഴ്ച എഴുന്നേറ്റ് ഇരുന്ന് ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ സഹായിച്ചു, ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയപ്പോൾ എനിക്കൊന്നുമില്ലായിരുന്നു, നിനക്കിപ്പോൾ എല്ലാം ഉണ്ട്. ഇത് യേശുവിൻ്റെ മാതൃക അല്ല ജോയെ എന്ന് എന്നോട് പറഞ്ഞു തരേണ്ട ആരാന്നറിയാം? പ്രവാചകരാ. പക്ഷെ പ്രവാചകരെന്താ പറയുന്നത്? പ്രവാചകർ പറയുന്നത്, ജോയെ നീ ഇങ്ങനെ നടക്കേണ്ടതല്ല. ഒരു ദിവസം തന്നെ 3 ഫ്ലൈറ്റ് നീ ഇപ്പോൾ കയറാൻ പോവാ. ഒരു ഫ്ലൈറ്റിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിലോട്ട് വായുവിൽ തന്നെ മാറുന്നു. ഒരു ബാഗ് ഇങ്ങോട്ട് വെച്ച് അടുത്ത ബാഗ് എടുത്തോണ്ട് പോകുന്നു. അവിടെ കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത്, കർത്താവേ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല അല്ലേ? അങ്ങനെ ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം കിട്ടുന്നു. കൊടുക്കുന്നതിനെ കുറിച്ചല്ല, കിട്ടുന്നു. ഞാൻ ഇറങ്ങി തിരിച്ചു, ഇനി എനിക്ക് ഇരിക്കാൻ വയ്യാത്ത പോലെ ഒരു ദിവസം ഓസ്ട്രേലിയ, ഒരു ദിവസം കാനഡ, ഒരു ദിവസം ന്യൂസിലൻഡ്, ആ വഴി കേരളത്തിൽ ഇങ്ങനെ ഒന്ന് സ്പർശിച്ചങ്ങ് പോകുന്നു. അപ്പൊ എല്ലാവരും നോക്കുമ്പം ജോയ്ക്ക് ഇപ്പൊ ഇരിക്കാൻ പോലും വയ്യ, ഭയങ്കരവാ. അപ്പോഴത്താണ് സമ്പത്ത് കൂടുന്നു, വണ്ടികൾ മാറുന്നു, ആകെ ഭയങ്കര. അപ്പോൾ എന്നെ നോക്കി ആളുകൾ പറയുന്നതാ, മാനിച്ചു, വിശ്വസ്തനായി നിന്നു, മാനിച്ചു.
ഇതിൻ്റെ ഘടകവിരുദ്ധമാണ് 12:1. 12:1 ഘടകവിരുദ്ധം. വിശ്വസ്തനായി നിൽക്കുന്നവർ അവരെ തന്നെ അർപ്പിക്കുമെന്നാണ് ഞാൻ കാണുന്നത്, കൂട്ടിവെക്കുമെന്നല്ല ഞാൻ കാണുന്നത്. ഞാൻ പറയട്ടെ, ശുശ്രൂഷകന്മാരെ കുറിച്ച് മാത്രമല്ലിത്, എവ്രിവൺ. അങ്ങനാണെങ്കിൽ നമ്മളെല്ലാം ലോകത്തിന്റെ മുമ്പിൽ ആരായി ജീവിക്കേണ്ടവരാ? ഒന്ന് ചിന്തിച്ചേ. നമ്മളെല്ലാം ലോകത്തിന്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ ലോകക്കാർ നമ്മളെ നോക്കി എന്തോ പറയുന്നറിയോ? യു പീപ്പിൾ ആർ വെരി ഡിഫറെന്റ്. നിങ്ങൾ എന്തോ ജീവിതം ഇത്? നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുന്നു, നിങ്ങൾ വളരെ സിംപ്ലിസിറ്റിയോടെ ജീവിക്കുന്നു. ഇതാ ആദ്യത്തെ പെന്തിക്കോസ്. ആദ്യത്തെ പെന്തിക്കോസുകാർ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ആഭരണം പോലും ഇടാതിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, എന്നാ പിന്നെ ആഭരണം കൂടെ ഇടല്ലോ. കാരണം സിംപ്ലിസിറ്റി ഇതിനകത്തെ ഉള്ളിപ്പോ ഇല്ലാത്ത, ബാക്കിയെല്ലാം ഒരു വിവാഹം വരട്ടെ അപ്പം അറിയാം. കാരണം നമുക്ക് കാണിക്കണ്ടേ? എന്തോ കാണിക്കണം? ദൈവം എന്നെ മാനിച്ചു. നമ്മൾ വേറൊരു കാര്യം കാണിക്കേണ്ടവരാ. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, അല്ലെ നിങ്ങൾ പറയും ഇരിക്കാൻ. നമ്മൾ വേറൊരു കാര്യം കാണിക്കേണ്ടതാ. എന്താ കാണിക്കേണ്ടതെന്നറിയാം? 12:2 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വി ആർ സപ്പോസ് ടു പ്രൂവ് സംതിങ് എൽസ് ടു ദ വേൾഡ്. നോക്കിയേ 2, ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ്. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഇങ്ങനെയാ, ഡു നോട്ട് ലെറ്റ് ദ വേൾഡ് സ്ക്വീസ് യു ഇൻ ഇറ്റ്സ് മോൾഡ്. ലോകത്തിന്റെ ചിന്താഗതിയിൽ നിന്നെ ലോകം കേറ്റരുത്. ഞാൻ എന്നോട് തന്നെ പറയുക, ജോയെ, നീ ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ബട്ട് ബി ട്രാൻസ്ഫോംഡ്. മനസ്സ് പുതുക്കണം. ആരെ പോലെ ആകാൻ? യേശുവിനെ പോലെ ആകാൻ. എവിടെ കിട്ടി ഈ മനസ്സ്? 34 വാക്യം 11:34 ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉത്തരമാ 12:2. എന്താ 11:34 ക്വസ്റ്റ്യൻ? ഒന്ന് ഉറക്കെ വായിക്കാമോ ഇൻ ഇംഗ്ലീഷ്? Who has known the mind of the Lord? For who hath known the mind? കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവരാര്? അതാ 11:34. 12:2 മനസ്സ് പുതുക്കണമെന്ന് പറഞ്ഞാൽ ആരെ പോലുള്ള മനസ്സ് കിട്ടാൻ? യേശുവിനെ പോലുള്ള മനസ്സ് കിട്ടാൻ. ഇത് എവിടെ ഉണ്ട്? 1 Corinthians 2:16 എഴുതിയിരിക്കുന്നു, യു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സാ ഉള്ളത്. ക്രിസ്തുവിന്റെ മനസ്സ് എവിടെ കൊണ്ടുപോയി? ക്രിസ്തുവിനെ ശരീരം കൊടുക്കുന്ന അനുഭവത്തിൽ കൊണ്ടുപോയി. മനസ്സ് മാറുമ്പോ ശരീരം ഏൽപ്പിക്കും. എന്നിട്ട് എന്തിനാ? 2ാമത്തെ വാക്യം, സെക്കൻഡ് പാർട്ട്, then you will be able to test and approve. നോക്കിക്കേ, എന്തിനാ ഇതെല്ലാം നടക്കുന്നതെന്നറിയാം? എൻ്റെ ശരീരം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? എൻ്റെ മനസ്സിൽ പുതുക്കം വരുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനും ചോദിച്ചാൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി മാത്രമല്ല. അത് വളരെ വൈകല്യമായൊരു ട്രാൻസ്ലേഷനാണ്. തിരിച്ചറിയാൻ വേണ്ടിയല്ല, അത് മാത്രമല്ല. നോട്ട് ജസ്റ്റ് ടു ഡിസേൺ. എന്തിനു വേണ്ടിയാണെന്നറിയാം? ടു പ്രൂവ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാ ശരീരം സമർപ്പിക്കേണ്ടതും മനസ്സ് രൂപാന്തരം വരുന്നത്. ആർക്ക് തെളിയിച്ചു കൊടുക്കാനെന്നറിയാം? ടു ദ വേൾഡ്, ലോകത്തിന്. നിങ്ങളുടെ അയൽവക്കങ്ങളിലുള്ളവർക്ക് ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ തിരിച്ച് കൊടുത്തിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുന്നവർ നിങ്ങളെ നോക്കി, wow, what a difference it is. You are not thinking like us. We are living to make money, but you are not living to make money. You are different in the way you think, in the way you act. You are different, man. അത് കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതാ ബുദ്ധിയുള്ള ആരാധന. വിവാഹത്തിൻ്റെ പ്രപ്പോസൽ വരുന്ന സമയത്ത് സാധാരണഗതി പറയുന്ന പോലെ ഒരു കൈ ബൈബിളുണ്ട്, ഒരു കൈ ഒരു പൈസയുടെ ബാഗ്. ഒരാൾ നടന്നു വരിക, അയ്യോ, അപ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. ഒരു കയ്യിൽ പൈസ, ഒരു കയ്യിൽ മണി ബാഗും ഉണ്ട്, ബൈബിളും ഉണ്ട്. അതല്ലേ വേണ്ടിയേ? സൽസ്വഭാവിയുമാണ്, പൈസയുണ്ട്. ആ സ്ഥാനത്ത് മാതാപിതാക്കളെ വിവാഹം വരുന്ന സമയത്ത് പണമല്ല ഞങ്ങൾക്ക് വേണ്ടിയത്, പ്രശസ്തി അല്ല വേണ്ടിയത്, ഗോഡ്ലിനെസ്. അവിടെ ആ ശരീരം യാഗമായി സമർപ്പിക്കുന്നത്. ലോകം നോക്കി എന്തോ പറയുമെന്നറിയാം? ഭോഷത്തരം. കുറച്ചുകൂടെ നല്ലത് കിട്ടിയേനെ കേട്ടോ. എന്തായി നല്ലത്? ഇതായി നല്ലത്. മനസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ഇതാ കുറച്ചുകൂടെ നല്ലത്.
നല്ലത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ യു വിൽ ബി ഏബിൾ ടു ടെസ്റ്റ് ആൻഡ് അപ്രൂവ്. നമ്മൾ ദൈവത്തിൻ്റെ എങ്ങനത്തെ ഹിതമാണെന്നറിയാമോ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഹിസ് ഗുഡ് പ്ലീസിങ് ആൻഡ് പെർഫെക്റ്റ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ആഡ് ചെയ്യാനില്ല, പരിപൂർണമായ ദൈവത്തിൻ്റെ ഹിതം, ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്ത ദൈവത്തിൻ്റെ ഹിതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ദിവസം പകലിൽ ഈ 2021 ആദ്യ മാസങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. കൊറോണ ദേശം മുഴുവൻ ഇളക്കി മറിച്ചിരിക്കുന്നു. വിശ്വാസികളായ നമുക്ക് റോമർ 12:1-2 നിന്നും കർത്താവിൻ്റെ ഒരു ദാസനെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ വാക്യങ്ങൾ അടിസ്ഥാനപ്പെട്ട് ഇനിയുള്ള ജീവിതം ജീവിക്കാനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. എന്ത് ഞാൻ പകരം നൽകുമെന്ന് പറഞ്ഞ് ചോദിച്ചു പോരാ. ഇതാ ഞാൻ എനിക്കുള്ളത് കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. എൻ്റെ തലമുറകളെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. എൻ്റെ ആയുസ്സിനെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. എൻ്റെ സമ്പത്തിനെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. യേശു ദരിദ്രനായി മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ ഞാൻ കുറേ കാര്യങ്ങൾ വിടേണ്ട വന്നാലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, ദൈവരാജ്യം വ്യാപിക്കട്ടെ, എന്നിലൂടെ ദൈവശക്തി, ദൈവത്തിൻ്റെ ഹിതം ലോകം കാണട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം, നമ്മുടെ തലകളെ ദൈവത്തിന് മുടക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അധരങ്ങളെ തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ബുദ്ധിയുള്ള ആരാധനയായി ഞാൻ കാണപ്പെടുവാൻ എന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, എന്നെ സഹായിക്കണമേ. സ്വാർത്ഥതയിൽ ജീവിക്കാനല്ല, സ്വസ്നേഹത്തിൽ പിടിക്കപ്പെട്ടവനായിട്ടല്ല, ദൈവികമായൊരു ചിന്താഗതി എനിക്ക് തരണമേ, ഒരു ചിന്താധാര എനിക്ക് തരണമേ, എൻ്റെ മനസ്സിനൊരു പുതുക്കം തരണമേ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ യേശുവിൻ്റെ മനസ്സ് എനിക്ക് കിട്ടുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകണമേ. കർത്താവ് ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.